1000 സ്ക്വയർ ഫീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് അത് ഈ ലോക്കൽ അല്ലാതെ ഏകദേശം നല്ല എ ഗ്രേഡില് ചെയ്യണം എന്നാണ് മാനുക്കാന്റെ ആ ടൈപ്പില് എ ഗ്രേഡ് ആയിട്ട് ചെയ്യണം. അതായത് നല്ല പൂന്തോട്ടവും കാര്യമൊക്കെ വെച്ച് ലക്ഷറി വീടായിട്ട് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശമുള്ളത്. 25-30 ഉണ്ടാക്കേണ്ട 10 ഉണ്ടാക്കിയ ടൈപ്പിൽ. അതായത് ദൈവം തമ്പുരാൻ അതിന്. എത്ര വയസ്സായി? എനിക്ക് 70-ാമത്തെ വയസ്സാ. അപ്പോ നമ്മുടെ താമരശ്ശേരിയുള്ള വാവാടുള്ള ഇമ്പിച്ചി ആജിക്ക എന്ന് പറഞ്ഞ 70 വയസ്സുകാരൻ ഇന്ന് എന്തിനാ വന്നുള്ളത്? നമ്മുടെ വയനാട് ചുരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളൊക്കെ ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീടില്ലാതെ വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം ബന്ധുവീട്ടിലൊക്കെ നിന്ന് അവർ ചടച്ചു. അതേമാതിരി എല്ലാ നിലക്കും അവർ വല്ലാത്തൊരവസ്ഥയിലാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് അവർക്ക് സ്വന്തമായിട്ടൊരു, കാരണം എല്ലാം ഉണ്ടായിരുന്ന അവർക്ക് ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായത്. അപ്പം നമ്മുടെ പീസ് വാലി ഫൗണ്ടേഷൻ അബ്ദോജിക്കല്ലേ, അപ്പൊ അബോജി പറഞ്ഞ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പൊന്നുപ്പ പീസ് വാലി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം തുടങ്ങി. ഒരുപാട് അനാഥർക്ക് സംരക്ഷണം. ഇന്ന് 1000 ചില്ല അനാഥർക്ക് എല്ലാ ചികിത്സയും, എല്ലാ കക്ഷി രാഷ്ട്രീയ ജാതി. അവരിപ്പോ ആ സിനിമാ നടിയൊക്കെ ഇന്നാളെ മരിച്ച് ഞാൻ പോയി അവിടെ കാണാനേ, പീസ് വാലിയിലേന്ന് അതിന് ചികിത്സ ഒക്കെ ക്യാൻസറായിട്ട്. അപ്പൊ ജാതി മതവും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം മനുഷ്യനെ സ്നേഹിച്ച് സഹായിച്ച ഒരു മനുഷ്യ സ്നേഹിക്കുന്നു പീസ് വാലി ഫൗണ്ടേഷന്റെ ചെയർമാൻ. അദ്ദേഹം ഇന്ന് ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ എത്രയോ കാലത്തേക്കുള്ള ദുനിയാവിൽ സമ്പാദിച്ചു കൊണ്ട ആള് നാളെ പരലോകത്തേക്ക് എല്ലാ സൗഭാഗ്യം കിട്ടുന്ന ആള്. കാരണം അത്രയും കുടുംബങ്ങൾ ഇന്നും സംരക്ഷിക്കുക, സ്വന്തം മകനെ ആ വഴിയിൽ കൂടി ആ പാവപ്പെട്ട അനാഥരെ സംരക്ഷിക്കുക. ഇന്നിപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട ഇമ്പിച്ചാജിക്ക ചെയ്ത പണി എന്താ പറയുക? സ്വന്തം മകനെ കൂടെ കൂട്ടിക്കുന്നു. ആ മകൻ അറിയണം പാവപ്പെട്ടവന്റെ വിഷമം എന്താ, പാവപ്പെട്ടവന്റെ വേദന എന്താ. മറ്റുള്ളവർക്ക് നമുക്ക് സമ്പാദിച്ചു കൂട്ടുന്ന മുഴുവൻ നമുക്കുള്ളതല്ല. അതിൽ നിന്നൊരു ഓഹരി പാവപ്പെട്ടവർ നൽകണം എന്നും. രാവിലെ വന്നിക്കണമെന്ന് വയനാട്ടിൽ ഞങ്ങൾ പല തിരക്കിലായതുകൊണ്ട് എത്തിപ്പെടാനും വൈകിട്ടും ആജിക്ക ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പളക്കാടും ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്യുന്നു. കാരണം അത്രയും മനുഷ്യത്തുള്ള. അപ്പൊ ആജിക്ക എന്താ പറഞ്ഞത്? സമ്പാദിച്ചു കൂട്ടുന്ന മുഴുവൻ നമ്മളാരും ഒന്നും ഇവിടെ കൊണ്ടുപോകില്ല. കൊണ്ടുപോകണ സമ്പാദ്യം ദുനിയാവിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന കാര്യം ചെയ്യാം. അപ്പൊ ഈ പൊന്നുമോനെ അടക്കം അത് കാണിച്ചു കൊടുക്കണം പൊന്നുപ്പ. ഇനി ആജിക്ക ഒന്ന്, ആജിക്ക നിങ്ങള് കരനല്ല, നിങ്ങൾക്കാണ് ഈ അള്ള തന്ന ഈ നല്ല മനസ്സ്. ഈ 70 വയസ്സിലും നിങ്ങൾ ഓടി നടക്കുക. ഈ ആരോഗ്യം നിങ്ങൾക്ക് അള്ള തന്നതന്നെ എന്താണ്? നിങ്ങളെ നല്ല മനസ്സും നിങ്ങൾ ചെയ്യുന്ന കിട്ടുന്നതിൽ നല്ല രാവുമ്പാല അധ്വാനിച്ച് അതിന് കിട്ടുന്നതിൽ ഒരു ഓഹരി നിങ്ങൾ പാവങ്ങൾക്ക് നീക്കി വെക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ആ സങ്കടങ്ങൾ ഇപ്പോൾ കണ്ണീര് കണ്ട വയസ്സായ 70 വയസ്സുകാരൻ കരയാ. എന്തിനാ അറിയാം? മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള ആ ഒരു മനസ്സ്. പഠിച്ചവനെ അള്ളാഹുവിനോർത്ത് മാത്രം ഒരാളും കാണാനല്ല, ഒരാളും അറിയുന്നതിനല്ല, അറിയാൻ വേണ്ടിയല്ല. ചുരൽമലക്കാരുടെ വിഷമം മുണ്ടക്കായി ഭാഗത്ത് ഉള്ളവരുടെ അവരുമായിട്ട് നേരിട്ട് അനുഭവങ്ങൾ പങ്കുവെച്ചതിൽ